അല്ല, കേരളത്തിലെ പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഒരു നേർക്കാഴ്ചയാണ് ഇന്നത്തെ ഈ CCTV ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരു പൊതുപ്രവർത്തനായ പ്രത്യേകിച്ച് ഒരു യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടങ്ങളിൽ ഇത്ര ഞെട്ടിക്കുന്നതായ ഒരു അനുഭവം ഉണ്ടാവുക എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കർണപടം അടിച്ചു പൊട്ടിക്കുകയും ഇപ്പൊ അദ്ദേഹത്തിന്റെ കേൾവി ശക്തി തന്നെ പൂർണ്ണമായും നശിച്ച ഒരു അവസ്ഥയിലാണ് ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണെങ്കിലും ഇത് കിട്ടാൻ വേണ്ടി ഈ അദ്ദേഹത്തിന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടതിന് ശേഷവും ഈ പറയുന്ന നിയമപരമായി തനിക്ക് വേണ്ട നിയമപരീക്ഷ ചെയ്യേണ്ടതായ നിയമപാലകർ തന്നെ മർദ്ദിച്ചു എന്ന വിഷയത്തിൽ അത് തെളിയിക്കാൻ വേണ്ടി സ്വയത്തും കൂട്ടിലും നടത്തിയ നിയമ പോരാട്ടം തന്നെ അതിനേക്കാളേറെ ദുഷ്കരമായിരുന്നു. കാരണം ഈ അടിച്ച കേസുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തു, പോലീസ് കേസെടുത്തില്ല. പിന്നീട് മജിസ്ട്രേറ്റ് കോടതിയാണ് പിന്നീട് കേസെടുക്കുന്നത്. വിവരാവകാശ നിയമം അനുസരിച്ച് തെളിവ് ശേഖരിക്കാൻ ശ്രമിച്ചു, അത് കൊടുത്തില്ല. പിന്നീടും അത് വിവരാവകാശ കമ്മീഷനും കൊടുത്തു. പിന്നെ നിരവധിയായ നിയമ പോരാട്ടം നടത്തിയാണ് ഈ തരത്തിലുള്ള തെളിവുകൾ തന്നെ ശേഖരിക്കാൻ കഴിയുന്നത്. ഡിജിറ്റലായും അതുപോലെ തന്നെ രേഖാമൂലമുള്ള ഇത്തരം തെളിവുകൾ ശേഖരിക്കാൻ പോലും കേരളത്തിൽ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. തീർച്ചയായും ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടതാണ്. മാത്രമല്ല, ഇത് എത്ര നാളായി ഈ പറയുന്ന CCTV ദൃശ്യങ്ങൾ കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ട് വെരിഫൈ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഇവർക്ക് എന്ത് നടപടി സ്വീകരിച്ചു? ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഈ ഒരു നിയമ നടപടിയുമായി ഇനി മുന്നോട്ട് പോവുകയല്ലേ? ഈ സുജിത്തിനെ മർദ്ദിച്ച സമയത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുകയാണോ? അല്ല, അവരെ സ്റ്റേഷനിൽ സ്ഥലം മാറ്റുന്ന ഒരു അവർക്ക് ഇഷ്ടമുള്ള സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റി കൊടുക്കുന്ന ഒരു നടപടി മാത്രമാണ് സ്വീകരിച്ചത്. ഇന്ന് നമ്മൾ 4 മണിക്ക് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്, ഈ ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇന്ന് 4 മണിക്ക് അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് നിയമപരമായുള്ള പോരാട്ടം നമ്മൾ തുടരുകയാണ്. കാരണം ഇവർക്കെതിരായി കുന്നംകുളം കോടതി തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കേസ് പോലീസ് തന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ കൂടിയും ഞങ്ങൾ അതിനകത്ത് പ്രൈവറ്റ് കംപ്ലൈന്റ് ആയതുകൊണ്ട് പരാതിക്കാരന് കുറച്ചുകൂടി അതിനകത്ത് ഇടപെടാൻ കഴിയും എന്നുള്ളതുകൊണ്ട് തന്നെ കൃത്യമായി നിലവിലുള്ള നിയമ പോരാട്ടവും അതോടൊപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങൾക്ക് ശേഷമുള്ള നിയമപരമായ കാര്യങ്ങൾ നിയമപരമായി ആലോചിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ ഒരു സംഭവം നടന്ന ശേഷം ഈ സുജിത്തിനെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും പിന്നീട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു? അല്ല, അത് പല വട്ടങ്ങളായി പല വഴിയുമായി ഇവരെ സുഹൃത്തുമായി ബന്ധപ്പെട്ടത് എങ്ങനെ സെറ്റിൽമെന്റ് ആക്കണമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇതങ്ങനെ ഒരു ചർച്ച കൊണ്ട് തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. കാരണം ഇതൊരു ചെറുപ്പക്കാരന്റെ കേൾവി ശക്തി തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു വിഷയം. പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ക്രൂരമായി മർദ്ദനമുണ്ടാകും, മുഖ്യമന്ത്രി തന്നെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുക, ഇതൊക്കെ ആകുമ്പോൾ ഇത് തുറന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു പൊതുപ്രവർത്തനമാണല്ലോ സുഹൃത്ത്. അതുകൊണ്ട് സുഹൃത്ത് അതിന്റെ നിശ്ചയദാർഢ്യത്തോടുകൂടി അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതിന്റെ റിസൾട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.